ഇതാണ് ചിരന്തിയാറാണ്. ഹരിപ്രസാദം ടീ സ്റ്റാൾ ചിരന്തിയാറാണ്. അപ്പോൾ ഇവിടെ കാണാനായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ കാട് അങ്ങനെയൊക്കെ. ഇവിടുന്ന് കുറച്ചുകൂടി 800 മീറ്ററിനാണ് കാണിക്കുന്നത്, അറിയത്തില്ല. അതിൻ്റെ പോയിൻ്റ് ആയിരിക്കും ചിലപ്പോൾ. അവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ടെന്നൊക്കെ. എന്തായാലും പോയി നോക്കാം, കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. വട്ടവട, ഇതാണ് ചിരന്തിയാർ ടൗൺ. ഇവിടുന്ന് ചിരന്തിയാറുണ്ട്. ഇവിടുന്ന് നേരെ വട്ടവടയിലേക്കും പോകാം. ശരി, എന്നാൽ പോയി നോക്കാം. അങ്ങനെ ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും കുറച്ച് ദൂരം പോകാനുണ്ട് ചിരന്തിയാർ വെള്ളച്ചാട്ടത്തിലേക്ക്. മനോഹരമായ കാഴ്ചകൾ, ഇഷ്ടംപോലെ മനോഹര കാഴ്ചയുണ്ട്. ഇപ്പോൾ ഗാന്ധി പ്രതിമയാണ്. ഇവിടുന്ന് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയില്ല, ആരോടെങ്കിലും ചോദിക്കാം. പോകേണ്ട വഴി മാപ്പെല്ലാം കാണിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ഇത് വഴി നേരെ പോയാൽ വട്ടവടി എത്തും. താഴെ ഇറങ്ങിയിട്ട് ഇത് പോയി കഴിഞ്ഞാൽ അതാണ് ബൈക്കൊക്കെ വരുന്നത്, അതിലൂടെ വെള്ളച്ചാട്ടം പോകും. വെള്ളച്ചാട്ടം പോകുന്ന വഴിയാണ്. 2 കിലോമീറ്ററോളം ഉണ്ട്. കംപ്ലീറ്റ് ഓഫ് റോഡ് പോലത്തെ വഴിയാണ്. വെള്ളച്ചാട്ടത്തിന് ഇനിയും 400-500 മീറ്റർ ഉണ്ട്. ഭംഗിയുള്ള കാഴ്ച. വണ്ടി ബൈക്കൊക്കെ വരുന്നത് അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. സ്ഥലം നോക്കി. പോകുന്ന വഴിക്ക് നിറയെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിച്ചു പൊളി ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടം പോലെ. ഇപ്പോഴൊക്കെ വേക്കൻ്റായി കിടക്കുകയാണ്, സീസണല്ല. ഡിസംബർ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഫുള്ളായിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്തിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ഹോം സ്റ്റേ പോലെയാണ് പരിപാടിയാണ്. കൂര എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അങ്ങനെ ഒന്ന് എത്ര ഉള്ളൂ തോന്നുന്നു. എന്തായാലും ചെന്ന് നോക്കാം. ചിരന്തിയാർ വെള്ളച്ചാട്ടം. അപ്പോൾ ഇത് ഞാനങ്ങനെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ എത്ര മീറ്റർ ഉണ്ട്? 200 മീറ്റർ ഉണ്ട്. ടിക്കറ്റ് ഉണ്ടോ? പാർക്കിങ്ങിനല്ലേ? പൊളി തന്നെ കേട്ടോ. ഇപ്പം താഴെ ഒരു 200 മീറ്റർ ആണെന്നാണ് പറഞ്ഞത്. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. ഈ സിമെൻ്റ് ഇട്ട് ഇതൊക്കെ എടുത്തുണ്ടാക്കിയതാണ്. പണ്ട് വെറും കാടാണ്, ഗംഭീരമായ കാടാണ്. പാലത്തിൻ്റെ കൺസ്ട്രക്ഷന് ഇവിടെയാണ്. ഇങ്ങോട്ടാണ് വെള്ളച്ചാട്ടം പോകേണ്ടത്. കാടിൻ്റെ ഇതിലൂടെ അടിപൊളിയാണ്. താഴെത്തി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ആദ്യം. ഇതൊക്കെ വേസ്റ്റൊക്കെ എറിഞ്ഞ്, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ എറിഞ്ഞ് ഇതിനെ മോശമാക്കുന്നുണ്ട്, മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊന്നും ചെയ്യരുത്. കാരണം പ്രകൃതി സംരക്ഷിക്കണം നമ്മുടെ കടമയാണ്. പറയാൻ പറ്റും, ചെയ്യേണ്ടത് നിങ്ങളാണ്.
ചെറിയൊരു വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നടക്കാം നമുക്ക്. എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കടന്ന് അപ്പുറത്തെത്തണം. അപ്പുറത്ത് കുറച്ച് ഗുഹകളും കുളിക്കാനുള്ള പുഴ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. കുളിക്കാനൊക്കെ പറ്റിയ ഒരു വെള്ളച്ചാട്ടമെന്ന് പോലും. എന്തായാലും നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. നല്ലൊരു വൈബ് തന്നെയാണ്. കാടിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊരു ഈ മര തോന്നുന്നു മറ്റേ പേപ്പറിനും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് തോന്നുന്നു. ഗുഹ തന്നെയാണ് സംഭവം. വാ, ചിലന്തിയാർ. അടിപൊളി തന്നെ. ഇതന്നെ ഗുഹ തന്നെ. ഞാൻ സംശയം സത്യമായിരുന്നു. കാരണം ഞാൻ കയറി വരുമ്പോൾ ഇത് കേട്ടിന് ഒരു ഗുഹയുണ്ട്. സംഭവം കിട്ടില്ല. ചെറിയൊരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലൊന്നും പോകാനുള്ള ഇതൊന്നും ഇല്ല. വാ, കംപ്ലീറ്റ് ഇരുട്ടട്ടാ. ലൈറ്റ് അടിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണ്ട് കേട്ടോ. തൽക്കാലം ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇതാണ് ഗുഹ. മനോഹര കാഴ്ച. കിടിലൻ കാഴ്ച. ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കര. ഇതിൻ്റെ അടുത്ത് വേറൊരു ഗുഹ ടൈപ്പ്. വേറൊരു ഗുഹ ഇതിലൂടെ. മരങ്ങളൊക്കെ വീട്ടിലെ